ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ശുചിത്വത്തിൻ്റെ പേരിൽ വലിയ വിമർശനം നേരിട്ട ആളാണ് ജാസ്മിൻ. ഇപ്പോഴിതാ ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് ജാസ്മിൻ. തനിക്ക് ഇത്രയേ വൃത്തിയുള്ളൂവെന്നും ചായയിൽ തുമ്മിയതൊക്കെ തെറ്റായ കാര്യമാണെന്ന് അംഗീകരിക്കുന്നുവെന്നും ജാസ്മിൻ പറഞ്ഞു. അതേസമയം കാലിൻ്റെ നഖം കടിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനം ഏറെ സങ്കടപ്പെടുത്തിയെന്നും താരം പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നും ജാസ്മിൻ തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിൽ പറയുന്നു. എൻ്റെ വൃത്തിയെക്കുറിച്ചൊക്കെ പല വിമർശനങ്ങളും കണ്ടു. എനിക്ക് ഇത്രയൊക്കെ വൃത്തിയേ ഉള്ളൂ. കാലിൻ്റെ നഖം കടിച്ചതുമായി ബന്ധപ്പെട്ടൊരു വിമർശനം കേട്ടിരുന്നു. ഇതൊക്കെ വളരെ സങ്കടമുണ്ടാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഞാൻ കാലിൻ്റെ നഖമല്ല കടിച്ചത്, തൊലിയാണ്. ഇതൊന്നും വെളുപ്പിക്കലല്ല, പക്ഷേ സങ്കടം കൊണ്ട് പറയുകയാണ്. ദാഹിച്ച് വലഞ്ഞിരിക്കുമ്പോൾ മുന്നിൽ ചളിവെള്ളം മാത്രമേ ഉള്ളൂവെന്ന് കരുതുക. എത്ര നേരം നിങ്ങൾ ചളിവെള്ളം കുടിക്കാതെ പിടിച്ചു നിൽക്കും? ഞാൻ കുടിക്കും. ബിഗ് ബോസിൽ വെച്ച് എൻ്റെ കാലിൻ്റെ ഭാഗം പൊട്ടി, വിണ്ടുകീറി തൊലിയൊക്കെ പോയിരുന്നു. അവിടെ സ്ക്രബ് ചെയ്യാനൊന്നും സാധനങ്ങൾ തന്നിരുന്നില്ല. ഒന്നു മാത്രമാണ് ലഭിച്ചത്. അത് മറ്റൊരു മത്സരാർത്ഥി എടുത്തുകൊണ്ടുപോയി നഷ്ടപ്പെട്ടു. നെയിൽ കട്ടറൊന്നും കിട്ടിയിരുന്നില്ല. ആ സമയത്ത് നടക്കുമ്പോൾ കാലിൻ്റെ തൊലി ഉരങ്ങി വേദന എടുക്കുന്നുണ്ടായിരുന്നു. നഖം വെച്ച് പിഴുതെടുക്കാൻ നോക്കിയിട്ടും സാധിച്ചില്ല. അങ്ങനെ ഞാനത് കടിച്ചു കളഞ്ഞു. ചായയിൽ തുമ്മിയത് എൻ്റെ തെറ്റ്, അത് ഞാൻ അംഗീകരിക്കുന്നു. പല റീലുകളും കണ്ടിരുന്നു, അതൊക്കെ ഞാൻ ആസ്വദിച്ചു. എന്നാൽ ഒരു ചാനലിൽ സ്ക്രിപ്റ്റ് ചെയ്ത് വളരെ വൃത്തികേടായി അവതരിപ്പിച്ചതൊക്കെ വിഷമമായി. നമുക്കിത്തരം അനുഭവം ഉണ്ടാകുമ്പോഴേ അതിൻ്റെ വിഷമം മനസ്സിലാകൂ. അടുത്തിടെ സൈബർ ആക്രമണത്തെ തുടർന്നൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതായി വാർത്ത കണ്ടു. അതിൻ്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടാത്ത വിധം കൊത്തിപ്പറിച്ച് തിന്നുകയാണ് ചില സോഷ്യൽ മീഡിയ ചാനലുകൾ. നീയൊക്കെ ഇതുകൊണ്ട് അരി വാങ്ങിച്ച് തിന്നാൽ ദഹിക്കുമോ? എൻ്റെ വീട്ടുകാരും കടുത്ത സൈബർ ആക്രമണമാണ് നേരിട്ടത്. ഗബ്രിയുടെ കാര്യം പലരും ചോദിക്കുന്നുണ്ട്. ഗബ്രി എൻ്റെ സുഹൃത്താണ്. അതിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊരു പ്രഷർ കുക്കറാണ്. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ല. പറഞ്ഞാൽ തന്നെ പരിഹാസത്തോടെയും പുച്ഛത്തോടെയും മാത്രമേ എടുക്കുള്ളൂ. ഞാൻ വയ്യാതെ കിടന്നതിനെക്കുറിച്ചൊക്കെ വളരെ മോശം കമൻറ്റുകൾ കണ്ടു. അതൊക്കെ ശരിക്കും വിഷമിപ്പിച്ചിരുന്നു. ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് വിമർശനം. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ എന്നെ ഇത്രമാത്രം വിമർശിക്കാനുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഷോ കാണിച്ചു തരുന്നതേ നിങ്ങൾ കാണുന്നുള്ളൂ. നിങ്ങൾ പലതും BGM ഇട്ട് വീഡിയോ ഇട്ട് ആഘോഷിക്കുമ്പോൾ, പണത്തിന് വേണ്ടി വീഡിയോ ചെയ്യുമ്പോൾ അതിൽ അനുഭവിക്കുന്നവർ ഉണ്ട്.